ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് കനോക്കുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് ഇവിടെ നിറയെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കറിയാം കുറേ വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ നല്ലപോലെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല രസമാണ് ഇവിടെ കാണാൻ. അപ്പോൾ ഇതിൻ്റെ വ്ളോഗ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് തോന്നി എടുത്തതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി അവിടെ കണ്ടതല്ല, ഇത് ലാസ്റ്റ് ഡേ പോയി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ടൈമൊന്നും കിട്ടിയില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഇത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. എന്നാലും വളരെ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു അവിടുത്തെ ഫ്ലവർ ഷോ ഒക്കെ കാണാൻ. അത്യാവശ്യം നിറയെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം ഞാനും എൻ്റെ ചേട്ടനും കൂടെയാണ് പോയി കണ്ടത്. അപ്പോൾ ചേട്ടന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ മുൻപ് ഇതുപോലെ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഗൈസ്, ഞാനിവിടെ കനോക്കുന്നിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇവിടെ നല്ല തിരക്കാണ്. പക്ഷേ പറയണമല്ലോ, നമ്മുടെ തിരുവനന്തപുരത്ത് ഇത്രയും നല്ല രീതിയിൽ ഇത്രയും ഭംഗിക്ക് ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള വേറെ സ്ഥലമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇപ്പോൾ കുറേ വർഷമായിട്ട് നമുക്കിപ്പോൾ ഈ ലൈറ്റ് കാണുമ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തൊക്കെ പോയ ഒരു ഫീലാണ്. കാരണം അങ്ങനത്തെ രീതിയിലുള്ള നല്ല നല്ല ലൈറ്റ്സൊക്കെയാണ് വളരെ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഡെക്കറേഷൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എൻ്റെ ചേട്ടനെയും കൊണ്ട് ഞാൻ ഇങ്ങനെ മുൻപ് ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഓരോ വർഷം കഴിയുമ്പോഴും ഇനി വരണ്ട, കാരണം നമ്മളിങ്ങനെ സ്ഥിരം വന്ന് കാണുന്നതുകൊണ്ട്. എന്നാലും ഞാൻ ചേട്ടനെ നിർബന്ധിച്ച് ടിക്കറ്റൊക്കെ എടുത്തു. ഇത്തവണ 50 രൂപ ടിക്കറ്റിനുള്ളൂ. സാധാരണ 100 രൂപയൊക്കെ വെച്ച് ഇതിൻ്റെ അകത്ത് കയറാൻ മടിയായിരിക്കും. ലാസ്റ്റ് ഡേ വരെ ഞാൻ നോക്കിയിരിക്കും, ചിലപ്പോൾ ഫ്രീ ആയിട്ട് കയറാൻ പറ്റിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്തായാലും ഞാൻ ലാസ്റ്റ് ഡേ എന്തായാലും പോവാമെന്ന് വിചാരിച്ചു. കാരണം അടുത്ത ദിവസം ഇവിടെ കലോത്സവം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്നും കൂടെ ഈ പ്രോഗ്രാം ഉള്ളൂ. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. കനോക്കുന്നിൻ്റെ ഉള്ളിൽ ഇത്രയും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. കാരണം നമ്മളെ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ അതേപോലത്തെ രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ കാണാൻ തുടങ്ങിയിട്ടുള്ളൂ. ശരിക്കും ഈ ഫെയറി ടെയിലൊക്കെ കാണുന്ന ആനിമേഷൻ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. കാരണം അങ്ങനെ ഭയങ്കര യുണീക്കായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറില്ലേ, അതുപോലത്തെ ഡെക്കറേഷൻസ് ആണ്. അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ കുറേ പേരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാനതിനൊന്നും നിന്നില്ല. ഈ അവസാന ദിവസം ആയിട്ട് പോലും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. അവിടെ ആയിട്ട് നല്ല സെൽഫി സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫോട്ടോയൊക്കെ എടുക്കാം ഇവിടെ നിന്നൊക്കെ. ശരിക്കും നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാൻ. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴാണ് ഒരു പാമ്പിൻ്റെ വാ പോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗുഹ പോലെയാണ്. ഇതിൻ്റെ അകത്തൂടെ നമുക്കൊരു വഴി പോലെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്തുള്ള നടത്തമൊക്കെ. കാരണം നമ്മൾ വളങ്ങിയൊക്കെ ഇങ്ങനെ നടക്കാൻ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുകയായിരുന്നു, ഇതിലൊക്കെ എന്ത് രസമാണുള്ളത്. പക്ഷേ അവനിങ്ങനെ ഇതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ല. അതിൻ്റെ കുഴപ്പമാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ പിന്നെയും വേറൊരു ലോകത്ത് നിന്ന് പെട്ടതുപോലെയായിരുന്നു. ഫുൾ വൈറ്റ് കളർ ലൈറ്റ്സ് മാത്രം വെച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ദൂരെ നോക്കുമ്പോൾ നമുക്ക് മൃഗങ്ങളുടെയൊക്കെ ഷേപ്പിലൊക്കെ ഇങ്ങനെ ലൈറ്റ് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ള കാണാം. ശരിക്കും ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോഴാണ് ഇതെല്ലാം കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുന്നത്. അപ്പോഴും നമ്മുടെ കണ്ണിൽ ഈ ലൈറ്റ് നേരിട്ട് കാണുമ്പോൾ എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ മുന്നിൽ നടന്ന് എവിടെയോ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവന് ഇതൊന്നും കണ്ട് ആസ്വദിക്കാനുള്ളൊരു ക്ഷമയില്ല. അവൻ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി, ഇതെല്ലാം കണ്ട് മതിയാക്കിയിട്ട്. അങ്ങനെ ഒരു ഇതാണ്. പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു സ്നോമാൻ്റെ രൂപത്തിലൊക്കെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫോട്ടോയൊന്നും എടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല, അവിടെയൊക്കെ കെട്ടി വെച്ചേക്കുകയാണ്. നമ്മളിങ്ങനെ ദൂരെ നോക്കുമ്പോൾ തന്നെ നിറയെ ലൈറ്റ്സ് ഇങ്ങനെ വെച്ചേക്കുമ്പോൾ നല്ല ക്രിസ്റ്റൽ പോലെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഓരോ ലൈറ്റ്സ്. പിന്നെ ഇവിടെ ഹാർട്ട് ഷേപ്പിൽ വലിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഉള്ളിടത്തൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ ഒരു സ്റ്റാൾ കണ്ടു. അതിൽ നിറയെ ഡോൾസ് ഇങ്ങനെ പല കോസ്റ്റ്യൂമിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റാൾ കണ്ടു, നാടൻ കളികൾ എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് കുറേ പേര് ഇന്ന് അവിടെ നമുക്കും പങ്കെടുക്കാം അതിലൊക്കെ. അപ്പോൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശമാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ അവിടെയും പ്രോഗ്രാംസ് ഒക്കെ, പാട്ട് പരിപാടി, ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ലൈറ്റ്സ് ഒക്കെ കണ്ട് അങ്ങനെ നടന്നു മുന്നിലോട്ട്. അപ്പോൾ അവിടെയൊന്നും പോയില്ല. അപ്പോൾ ഈ ലൈറ്റ്സ് എല്ലാം കണ്ട് വേറൊരു സെക്ഷനിലോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ഡൈനോസറിൻ്റെ രൂപത്തിലൊക്കെ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു. ഈ ഒരു ഷോയിൽ ഇതായിരുന്നു ഏറ്റവും ഹൈലൈറ്റ്, ഈ ലൈറ്റ് ഷോയിൽ.
ആ ഡിനോസറിൻ്റെ രൂപത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഭയങ്കര ഹൈറ്റിലായിരുന്നു. നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ. പിന്നെ ദൂരെ നിന്ന് ഇപ്പോഴും നമ്മൾ താഴെ നിന്ന് കണ്ടതിൻ്റെ കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാൻ പറ്റിയ ഒരു ഭാഗമാണ് ഇതെല്ലാം. അപ്പോൾ ഈ ലൈറ്റ്സൊക്കെ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് കാണാം വലിപ്പത്തിൽ തന്നെ. പിന്നെ ഈ കനകക്കുന്നിൻ്റെ ഒരു സൈഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവിടെയൊക്കെ ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്ലവർ ഷോയും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെയാണ് ഫ്ലവർ ഷോ കുറച്ചുകൂടി തുടങ്ങുന്നത്. അപ്പോൾ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പിന്നെ പൂക്കുന്ന ടൈം എല്ലാം തോന്നുന്നു. പല ചെടികൾക്കും പൂ കുറവാണ്. അപ്പം ഡെയ്സി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ വേറെയും പല കൊളേഷ്യ പ്ലാന്റ്സ് അങ്ങനെയൊക്കെ കുറേ ചെടികളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ താഴെ നിന്ന് കണ്ടപ്പോൾ ശ്രദ്ധിച്ച ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിരുന്നു ഈ ഒരു ലൈറ്റ്. അതായത് വേൾഡിൻ്റെ ഒരു രൂപത്തിൽ നമ്മുടെ ഗ്ലോബ് ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. അതിൽ നിറയെ ലൈറ്റ്സാണ്. അതിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ എടുത്ത് നിൽപ്പുണ്ട് ലൈറ്റിൽ. അപ്പോൾ ഇത് താഴെ നിന്ന് കണ്ടപ്പോഴും നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇവിടെ കനകക്കുന്നിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു ഫ്ലാഗ്. അത് ഇത്തവണയും അവർ ഇവിടെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഫ്ലാഗിന് ചുറ്റുമൊക്കെ നിറയെ ഫ്ലവേഴ്സും ചെടികളൊക്കെ വെച്ചിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ ഇവിടെ ഇത് ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കുറേ വർഷമായിട്ടാണ് ഇങ്ങനെ ന്യൂ ഇയറിനും ക്രിസ്മസിനും ഒക്കെ ആയിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഫങ്ഷൻ ലൈറ്റും ഒക്കെ വയ്ക്കുന്നത്. പണ്ട് ഇവിടെയൊക്കെ ഓണത്തിന് മാത്രമായിരുന്നു ഇത്രയും ഒരു സ്പെഷ്യലായിട്ടൊക്കെ അറേഞ്ച് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ലൈറ്റ് ഷോയും ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലവർ ഷോയും വെക്കാറുണ്ട്. അപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ കണ്ടു നടന്നു. അപ്പോൾ ഇവിടെ കുറേ നല്ല നല്ല വെറൈറ്റി ചെടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുത്ത് വന്നതാണ്. അതുകൊണ്ട് ഈ ചെടികളുടെ ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടു. ബിഗോണിയ, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കലേഡിയം പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ കണ്ട് മുന്നോട്ട് നടന്നപ്പോൾ വേറൊരു സ്ഥലത്ത് എത്തിയതുപോലെ വീണ്ടും ഒരു വെറൈറ്റി സംഭവം കണ്ടത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ലൈറ്റ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമാണ്. ഇങ്ങനെ വീടുകളുടെയൊക്കെ രൂപത്തിൽ ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇവിടെ നിന്ന് കുറേ പേര് വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്, വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കണ്ടു വരുന്നിട്ട് എനിക്ക് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഫോട്ടോ എടുത്ത് അത്ര ഭംഗിയാണില്ലാന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ എടുത്തില്ല. എൻ്റെ ചേട്ടൻ ഇതൊന്നും കണ്ട് ആസ്വദിക്കാതെ ഇതിന് മുമ്പ് തന്നെ സ്ഥലം വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുൽക്കൂട് പോലെയൊക്കെ ചെറുതായിട്ട് സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു വീട്ടിനകത്ത് എത്തിയതുപോലത്തെ ഒരു ഫ്രെയിമായിരുന്നു ഇവിടെ എല്ലാം. നല്ല രസമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അത് കണ്ട് പുറത്തിറങ്ങിയപ്പം നമ്മളൊരു ഗാർഡൻ ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. വേറെ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു ഗാർഡൻ ഏരിയയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പല ചെടികളും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല വെറൈറ്റി പ്ലാന്റ്സും ഉണ്ട്, ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഗാർഡൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ തന്നെ നടന്നു. കാരണം അധികം തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ ഇതെല്ലാം കണ്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. ഇതൊരു നല്ല എക്സോറ പ്ലാന്റാണ്. നമ്മുടെ തെറ്റിച്ചെടി നിറച്ച് പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് വീണ്ടും അവിടുത്തെ ഒരു സൈഡിൽ കൂടെയൊക്കെ നടന്നു. നമുക്ക് രാത്രിയൊക്കെ ഇതുപോലെ ലൈറ്റൊക്കെ കണ്ട് ഇവിടെയൊക്കെ വന്നിരുന്ന് സമയം ചിലവാക്കാൻ ഭയങ്കര നല്ലൊരു ടൈമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതെല്ലാം കാഴ്ചകൾ കണ്ടൊക്കെ മുന്നോട്ട് നടന്നു. ഇതെല്ലാം നമ്മൾ ക്രിസ്മസിനൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരുതരം പ്ലാന്റ്സാണ്. ഇതൊക്കെ ഭയങ്കര രസമുള്ള സംഭവമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഈ ആയുർവേദ ചെടികൾ, അതുപോലെ തന്നെ നമുക്ക് ഈ മെഡിസിൻസിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ പ്ലാന്റ്സ്, റെയറായിട്ടുള്ള ചെടികൾ, മരങ്ങൾ, അതിൻ്റെ എല്ലാം ആണ് ഇവിടെ കളക്ഷൻ ഉള്ളത്. അപ്പോൾ ഈ കളക്ഷനൊക്കെ കണ്ട് അങ്ങനെ നടന്നു. നമ്മൾ നേരിട്ട് കാണാൻ ചാൻസ് ഇല്ലാത്ത പല ചെടികളും ഇവിടെ ഉണ്ടായിരുന്നു. വയമ്പ്, അതുപോലെ കുറുന്തോട്ടി, ഇതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ശരിക്കും ഇത് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. ആദ്യമായിട്ടാണ് ഇതെല്ലാം കാണുന്നത്. അതുപോലെ നമ്മളിങ്ങനെ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന ചെടികളാണ്. നമ്മുടെ പറമ്പുകളിലും വീടിന് ചുറ്റുമൊക്കെ ഉണ്ടായിരുന്ന ചെടികളാണ്. ഇപ്പോൾ ഇങ്ങനെ കാണാനായിരിക്കും പറ്റുന്നത്. തുമ്പയൊക്കെ നിൽക്കുന്നു അവിടെ. പിന്നെ മുന്നോട്ട് കടന്നപ്പോഴാണ് ഒരു രസം തോന്നിയത്. അതായത് നമ്മുടെ നക്ഷത്ര വൃക്ഷങ്ങളെന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ നക്ഷത്രം കാണുമല്ലോ, ഇങ്ങനെ നമ്മുടെ ജന്മനക്ഷത്രങ്ങൾ, അങ്ങനത്തെ ഓരോ ചെടിക്കും പേരിട്ടൊക്കെയാണ്. ശരിക്കും ഈ ചെടികളുടെ പേരിതാണോ എന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ഓരോ നക്ഷത്രത്തിന് ചേരുന്ന വൃക്ഷങ്ങളെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ തിരുവോണത്തിനൊക്കെ ആണെങ്കിൽ എരിക്ക് മരം ആണ്, അതിൻ്റെ തയ്യാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ജന്മനക്ഷത്രത്തിൻ്റെ പ്ലാന്റ് എവിടെയാണെന്ന് നോക്കി നടക്കുകയായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിറയെ പൂക്കളുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പം ഞാൻ ശരിക്കും വീഡിയോസ് കുറച്ചൊക്കെ സ്കിപ്പായിപ്പോയി.
അങ്ങനെ വീഡിയോ എടുത്ത് നടന്നപ്പോഴാണ് എൻ്റെ കാണാതായ ആളെ കിട്ടിയത്. അപ്പോൾ എൻ്റെ ചേട്ടനെ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ കണ്ടു കിട്ടിയതാണ് ഗൈസ്. ഇതെന്തോ നിന്റെ രൂപം? ഇതാ ഇന്ത്യ, ഇത് ശംഖ് കണ്ട ഇന്ത്യയുടെ രൂപം. നമ്മുടെ തിരുവിതാംകൂറിന്റെ സിമ്പിൾ ആയിട്ടുള്ള ശംഖാണ് അവിടെ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അറേഞ്ച് ചെയ്ത്. അപ്പോൾ എൻ്റെ ചേട്ടൻ അത് കണ്ടിട്ട് ഇന്ത്യയുടെ മാപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കുറേ റോസിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ പല ചെടികളുടെയും കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കടന്നു. പിന്നെ കോളിയസ് പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ നിറയെ കളക്ഷനുണ്ട് കോളിയസിൻ്റെ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമാണ് ഇതിലിങ്ങനെ തൊടാൻ. ഇതൊരു പ്രത്യേക ടെക്സ്ചറായിട്ടുള്ള ഒരു ലീഫാണ് ഇതിനൊക്കെ വരുന്നത്. ഇതൊക്കെ പുറത്തുനിന്നുള്ള ചെടികളാണ്, അതുകൊണ്ടാണ് അതിനൊരു പ്രത്യേക ഭംഗി. അപ്പോൾ നമ്മൾ ഈ ചെടിയൊക്കെ വീട്ടിൽ കൊണ്ട് നട്ടാൽ ഇതുപോലെ പൂക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഗാർഡനൊക്കെ കണ്ടുവന്നു. അവിടെയൊക്കെ നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചെന്ന് ക്രിസ്മസിനൊക്കെ വയ്ക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ റെഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോൾ യെല്ലോയും പിങ്ക് കളറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കനോക്കുന്ന് പാലസിൻ്റെ മുൻവശം. അപ്പോൾ അതിൻ്റെ മുന്നിലുമൊക്കെ നിറയെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. എനിക്ക് ഓരോ പ്ലാന്റ്സിൻ്റെയും പേര് ഇങ്ങനെ പറയാനൊന്നും പറ്റുന്നില്ല ഗൈസ്. എന്തായാലും ഇതൊരു വെറൈറ്റി ചെടിയാണ്. നമ്മൾ ഈ ഇൻസെക്ട്സ് ഒക്കെ വന്നിരിക്കുമ്പോൾ പിടിക്കുന്ന ഒരു തരം പ്ലാന്റാണ്. ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. എന്നാലും അത് നല്ലൊരു ചെടിയാണ്. ഇവിടെ കുറച്ച് ആന്തൂറിയം പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരു മരത്തിൽ നിറയെ വൈറ്റ് കളർ ഓർക്കിഡ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ചെറിയ ജലദോഷമുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം വല്ലാതെ ഇരിക്കുന്നത്. എൻ്റെ വോയിസ് അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അത്ര നന്നായിരിക്കില്ല. എന്തായാലും ഇവിടെ 2 ഡോൾഫിൻ്റെ ഷേപ്പിലൊക്കെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റിൻ്റെ പേരാണ് ഗൈസ് ഹൈഡ്രേഞ്ചിയ. എൻ്റെ കയ്യിലുള്ള ഒരു പ്ലാന്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ്, കാരണം നല്ല ബ്രൈറ്റ് ബ്ലൂ കളറാണ് ഇതിൻ്റെ പൂക്കൾക്ക്. പിന്നെ ഇതിൻ്റെ കളർ ചിലപ്പം ചേഞ്ച് ആവാറുണ്ട് ഇതിൻ്റെ മണ്ണെല്ലാം മാറ്റുമ്പോൾ. പിന്നെ ഇതിൻ്റെ വേറെയും കളേഴ്സിലുള്ള ഫ്ലവേഴ്സുള്ള ഹൈഡ്രേഞ്ചിയ പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെ എല്ലാം ബ്ലൂ ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ എല്ലാം ബോൺസായി പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ്. കാരണം ഇത് നമുക്ക് വീട്ടിൽ എത്ര വലിയ മരം വേണോ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അതിങ്ങനെ ചട്ടിയിൽ തന്നെ നിന്നോളും. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് താഴെയുള്ള ലൈറ്റ്സ് എല്ലാം നല്ലപോലെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഡിനോസറൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഈ കനോക്കുന്ന് പാലസിൻ്റെ ഉള്ളിലെ ഹാളിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഫ്ലവേഴ്സും ഉണ്ട്, ഓരോ ബൊക്കെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഓരോ ഡെക്കറേഷനായിട്ട് പൂക്കളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ ലാസ്റ്റ് ഡേ പോയതുകൊണ്ട് തന്നെ ഇതെല്ലാം കുറേയൊക്കെ നശിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും നമ്മളൊരു ഗാർഡൻ ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്, അല്ലാതെ ഈ ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കണ്ടു നടന്നു. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരെ വന്ന് കാണുന്നത് ഈ ഒരു ഫ്ലവർ കൊണ്ട് അറേഞ്ച്മെൻ്റാണ്. ഇത് നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓർക്കിഡിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഒരുപാട് ഓർക്കിഡുകളുണ്ട്. ഡെൻഡ്രോബിയം ഓർക്കിഡ്സാണ് ഈ കാണുന്നതെല്ലാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡെൻഡ്രോബിയമാണ്. എല്ലാം നല്ല ഭംഗിയാണ്, എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ ഇതെല്ലാം കുറച്ചുകൂടെ നല്ല, എനിക്ക് ഈ ഫ്ലവർ ഷോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ ഇതായിരുന്നു. കാരണം എല്ലാം നല്ല നല്ല പ്ലാന്റ്സാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ കൂടെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ്സും ആന്തൂറിയും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹിബിക്കസ് ചെമ്പരത്തിയുടെ കുറേ കളക്ഷനുണ്ട്. ചെമ്പരത്തി ഒക്കെ കാണാം നമുക്ക്. പിന്നെ കുറച്ച് ചൈനീസ് ബാൽസത്തിൻ്റെ കളക്ഷനുണ്ട്, എക്സോറ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുറേ കള്ളിമുൾ ചെടി എന്നൊക്കെ പറയില്ല, അതിൻ്റെ കുറേ വെറൈറ്റീസാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് അഡീനിയം പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കള്ളിമുൾ ചെടിയുടെ ഒക്കെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. നല്ല അഡീനിയം പ്ലാന്റ്സ് ആയിരുന്നു, പല കളേഴ്സിലൊക്കെ ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്നാക്ക് പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഡെസേർട്ടിലൊക്കെ കാണുന്ന പോലത്തെ പ്ലാന്റ്സ് ആണ്. പിന്നെ കുറച്ച് വിങ്ക ചെടികളുണ്ടായിരുന്നു. പിന്നെ ഡൈലിയ ചെടിയുണ്ടായിരുന്നു. ഡാലിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. പിന്നെ വീണ്ടും ഇവിടെ ഹൈഡ്രേഞ്ചിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ ദൂരെ നോക്കുമ്പോൾ ആ ഒരു ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയാണ്. പിന്നെ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേര് മറന്നുപോയി ഗൈസ്. എന്തായാലും ഇതുവരെയൊക്കെയാണ് ഈ ഫ്ലവർ ഷോയുടെ മെയിനായിട്ടുള്ള സെക്ഷൻ ഉള്ളത്. പിന്നെ ഇവിടെ നിന്ന് താഴേക്കുള്ള കുറച്ച് ഭാഗമാണ് നമ്മുടെ ഈ ഒരു കനോക്കുന്ന് പാലസിൻ്റെ പിൻവശമാണ്. അപ്പോൾ അവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ അകത്തുള്ള പ്ലാന്റ്സ് ആണ്.
ഈ ഒരു ഷോയ്ക്ക് വേണ്ടി അവർ കൊണ്ടുവച്ചേക്കുന്നതാണ്. ഇതെല്ലാം ക്രോട്ടൺ പ്ലാന്റ്സ് ആണ്. അതായത് ഇലകളിൽ തന്നെ പല നിറത്തിലൊക്കെ ഉള്ള ചെടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഈ ക്രോട്ടൺ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ. കാരണം വലിയ കെയർ ഒന്നും വേണ്ട, എത്ര കാലം വേണോ അത് നിൽക്കും. പല കളേഴ്സിൽ പല ഷേപ്സിലും ഒക്കെ ഇതിൻ്റെ ഇലകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. വലിയ നമ്മൾ ഗാർഡൻ്റെ ഒക്കെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ വലിയ വലിയ ഇലച്ചെടികളാണ് ഇവിടെ ഈ ഒരു സെക്ഷനിലുള്ളത്. അപ്പോൾ ഇവിടെയും കുറേ ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇത് ഈ ഷോ നടക്കുന്നതിൻ്റെ ബാക്ക് സൈഡാണ്. അതായത് ഇതിൻ്റെ ബാക്കിലൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനൊക്കെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാർക്ക് ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ചിൽഡ്രൻസ് പാർക്ക് പോലെ. അപ്പോൾ എൻ്റെ ചേട്ടൻ ഇതെല്ലാം കണ്ടിട്ട് പറയണം അവനും ഇതിലൊക്കെ കയറിയാൽ കൊള്ളാമെന്നുണ്ട്. അതാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. നീ കയറി ചാട്ട് പിള്ളേരെല്ലാം അറിയാക്ക് ആകാശത്ത് പോയിട്ട് വരും. അപ്പോൾ ഗൈസ്, ഇതിൽ അവന് കയറണമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു, ട്രംപിൽ എന്ന അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പം വീണ്ടും ഇവിടെ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ സെയിലിന് വെച്ചിട്ടുണ്ട്. എല്ലാം ഭയങ്കര ഹൈ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ചെറിയ തൈകളാണ്, ഇതിനൊന്നും ഇത്ര വിലയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളൊരു ചെടിയായിരുന്നു ഈ പെൻഡാസ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ശരിക്കും വിത്ത് വീണൊക്കെ പൊടിക്കുന്ന ഒരു തരം ചെടിയാണ്. അതിനൊക്കെ 80 രൂപ. അതുപോലെ തന്നെ പല ചെടികൾക്കും ഭയങ്കര ഹൈ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. റെയർ ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഗൈസ്, ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും ചേട്ടനും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.